അതിൽ നമ്മൾ വലിയ അതിശയമൊന്നും പറയാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥൻ്റെ കാര്യം കഴിഞ്ഞ് 1 മാസം 2 മാസത്തോളം കുറച്ചൊരു ശമനം ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. അത് ബാക്കിയുള്ളൊരു പേടിയുണ്ടായിരുന്നു, നാട്ടുകാർക്കും പേടിയുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്കും പേടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം ഈ സിദ്ധാർത്ഥൻ്റെ കൊലയാളികൾ എങ്ങനെ രക്ഷപ്പെട്ടു വന്നു, അല്ലെങ്കിൽ എങ്ങനെ ജാമ്യം കിട്ടിയെന്നു, എങ്ങനെ പഠിക്കാൻ കയറാൻ പറ്റും, എങ്ങനെ എക്സാം എഴുതാൻ പറ്റും എന്നുള്ള ഒരു തെറ്റായ ഒരു സന്ദേശം തന്നെ ഈ സമൂഹത്തിന് കിട്ടി. അത് വേറെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ സംവിധാനത്തിന് തന്നെ ഞാൻ കുറ്റം പറയുന്നു. അതിപ്പോൾ ഏത് സർക്കാരായിരുന്നാലും ഞാൻ അതിലൊരു പ്രത്യേക പാർട്ടിയെ പറയുകയല്ല. അവർക്ക് അങ്ങനെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്കൊരു വിധി വാങ്ങിക്കൊടുത്തു. കൊലപാതകം ചെയ്ത കുറ്റവാളികൾക്ക് തന്നെ പഠിക്കാനും എക്സാം എഴുതാനും പിന്നെ തുടർന്ന് പഠിക്കാനും ആ കോളേജിലല്ലെങ്കിൽ വേറൊരു കോളേജിൽ അവിടെ പോയി പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതാരാ? ഈ ഇവിടുത്തെ സംവിധാനം. അതുകൊണ്ട് പേടിയില്ലാതായി. അതുകൊണ്ട് കുട്ടികൾക്ക് പേടിയില്ലാതെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്താലും റാഗിങ് അല്ല, കൊല വരെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായി. ആ പേടി മാറി. രണ്ടാമത്തെ കാര്യം, ഈ റാഗിങ് നടക്കുന്നു, ഡെയിലി നമ്മൾ കേൾക്കുന്നു. ഈ റാഗിങ് മൂലം എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട് ഇതുവരെയ്ക്ക് നോക്കുക. സിദ്ധാർത്ഥൻ്റെ കേസിന് മുമ്പായിരുന്നാലും അതിന് പുറകിൽ ശേഷമാണെങ്കിലും നമ്മൾ പണ്ട് മുതലേ നമുക്ക് അറിവായ കാലം മുതലേ കേൾക്കുന്നു റാഗിങ്. പക്ഷേ റാഗിങ് മൂലം എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട് അതൊന്ന് അന്വേഷിക്കുക. അപ്പോഴും മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ റാഗിങ് ഉണ്ടാകുന്നതെന്ന്. പോയില്ല. അതിന് 2 ദിവസത്തെ ഒരു കോലാഹലം കാണുള്ളൂ. പത്രത്തിലോ അല്ലെങ്കിൽ ഇനി ചാനലിലോ കാണും. 2 ദിവസത്തെ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ കാണും. അത് കഴിഞ്ഞ് ആ സാധനം കോടതിക്ക് പുറത്ത് വെച്ച് കോംപ്രമൈസ് ആവും, അല്ലെങ്കിൽ ഭീഷണിയുടെ പുറത്ത് പോകും. പിന്നെ അവർക്ക് കിട്ടുന്ന സംവിധാനം, അവർക്ക് കിട്ടുന്ന ആ ഹെൽപ്പ്, ഏത് പാർട്ടിയായിരുന്നാലും അവർ ചെയ്ത് കൊണ്ട് വന്നാൽ, അവർ റാഗി ചെയ്ത് അല്ലെങ്കിൽ കൊല ചെയ്ത് നമ്മളെ മുമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുത്തിക്കോളാം എന്നുള്ള ഒരു ബോധ്യം, എന്നുള്ള ഒരു അഹങ്കാരം ഈ വന്നിരിക്കുന്ന ക്രിമിനലുകൾക്കെല്ലാം വന്നിട്ടുണ്ട്. അതിന് നമുക്കൊരു അറുതി വരുത്തണം, വന്നേ പറ്റുള്ളൂ. അല്ലാതെ ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് പല രീതിയിലും പലരും ഇങ്ങനെ ക്യാമ്പയിൻ തുടങ്ങുന്നുണ്ട്, പല സംഘടനയും തുടങ്ങുന്നുണ്ട്. അപ്പം ഞാനും അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം എൻ്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ, റാഗ് ചെയ്ത് വന്നിട്ട് ബാക്കിയുള്ള അഴിമതിയോ നാട്ടിലുള്ള കൊലക്കുറ്റമോ കാര്യങ്ങളോ ആ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. റാഗ് ചെയ്ത ഒരു കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ എൻ്റെ ആദ്യത്തെ ഒരു ശ്രമം അതാണ്. ആര് രക്ഷപ്പെടുത്തുന്നു? റാഗ് ചെയ്ത ഒരു കുറ്റവാളിയെ രക്ഷപ്പെടുത്തുന്ന നേതാവ് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അവനെ നിയമത്തിന് മുമ്പ് കൊണ്ടുവന്ന് മാക്സിമം അവനെ നാണം കെടുത്തിയിട്ട് അവനെയും കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കുന്നവരെ ഞാൻ ഫൈറ്റ് ചെയ്യും. അത് തന്നെയാണ് എൻ്റെ ആദ്യത്തെ ഒരു രീതി. അതാണ് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ റാഗിങ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചീത്ത വിളിക്കുക, എങ്ങനെ അവന് തോന്നി, അല്ലെങ്കിൽ അവന് കോമ്പോസിറ്റ് വരച്ച് അവൻ അടിച്ചു കൊന്നു എന്ന് പറഞ്ഞിട്ട് ആ ചെയ്തവരെ മാത്രമേ നമ്മൾ കുറ്റം പറയുന്നുള്ളൂ. അതിനേക്കാൾ ഉപരി എന്തുകൊണ്ട് അവൻ ചെയ്യുന്നു അവിടെയാണ് നമ്മൾ പോവേണ്ടത്. അവനെ എന്തുകൊണ്ട് രക്ഷപ്പെടുത്തുന്നു, അവനെ ആര് രക്ഷപ്പെടുത്തുന്നു, ആ രക്ഷപ്പെടുത്തിയ ഏത് നേതാവാണോ അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥനാണോ അവൻ രക്ഷപ്പെടുത്തുന്നത്, ആ ഉദ്യോഗസ്ഥൻ്റെ പേര് സഹിതം അവൻ്റെ കുടുംബ സഹിതം എല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും. എനിക്കറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് കൊണ്ടുവരും. യവനാണ് രക്ഷപ്പെടുത്തിയത് ഞാൻ പറയും. എൻ്റെ മകൻ്റെ കൊലയാളിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് അവിടുത്തെ പഴയ MLA ആയിരുന്ന അവിടുത്തെ ശശീന്ദ്രനാണ്. പഴയ MLAയും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശശീന്ദ്രനാണ്. അത് സ്പഷ്ടമാണ്, വളരെ സ്പഷ്ടമാണ്. ഇതിലുള്ള രണ്ടാമത്തെ ഒരു അക്ഷയെ ഇതുവരെയ്ക്കും പിടിക്കാതെ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് ഇപ്പോഴും രക്ഷപ്പെടുത്തുന്നത് അവിടെ ഇടുക്കിയുടെ ആശാൻ എന്ന് പറയുന്നവനാ. ഇടുക്കി ആശാൻ MM മണിയാണ്. അപ്പം ഇവരെല്ലാവരെയും ഞാൻ തുറന്നു പറയും ഇവരൊക്കെ ഇതാണെന്ന്. ഇനിയും ഇതുപോലുള്ള ഏത് കൊമ്പത്തിലെ രാഷ്ട്രീയക്കാരനാണെങ്കിലും, ഏത് വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും, ഏത് ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും കുറ്റവാളി റാഗി ചെയ്ത് വരുന്നവനെ അവൻ സംരക്ഷിച്ചു എന്ന് അറിയുകയാണെങ്കിൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ആരായിരുന്നാലും ഞാൻ അവരുടെ പേര് കുലസഹിതം കംപ്ലീറ്റ് ഒന്നുകിൽ ഞാൻ ഇതുപോലെ മീഡിയയിൽ പറയും, ഇല്ലാന്നുണ്ടെങ്കിൽ എഴുതുകയെങ്കിലും ഞാൻ എവിടെയെങ്കിലും അയക്കും, അല്ലെങ്കിൽ ഞാൻ പത്രത്തിലെങ്കിലും പത്രസമ്മേളനം നടത്തി പറയും. അത് അവിടെ നിർത്തുക. അത് മുതൽ തുടങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് റാഗിങ് നിർത്താൻ പറ്റുള്ളൂ. അല്ല ഓരോ റാഗിങ് ചെയ്ത് കഴിയുമ്പോഴും നമ്മളൊരു കേസുണ്ടാക്കി അതിൻ്റെ പുറകെ പോയി ആ കേസ് അവരെ മുകളിൽ വെച്ചിട്ട് അതിന് കോടതിയുടെ മുമ്പ് വെച്ചിട്ട് അത് പുറകിൽ വെച്ചിട്ട് കോംപ്രമൈസ് ആവും, അല്ലെങ്കിൽ ഭീഷണിയുടെ തരത്തിൽ അതങ്ങ് പോകും. അത് ഉറപ്പാണ്. ചെയ്തവനെ സംരക്ഷിക്കുന്നവനെ പൂട്ടുക എന്നുള്ള രീതിയിലാണ് ഞാനിപ്പം പോകുന്നത്. അവൻ സംരക്ഷിക്കുന്നോ അവനെ നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരും. ആ സമയത്ത് ഇതിനൊരു അറുതി ഉണ്ടാകും. അപ്പോൾ സിദ്ധാർത്ഥനെ കൊലയാളികളെ പിടിക്കുക എന്ന് മാത്രമല്ല എൻ്റെ ഉദ്ദേശം. ഇതിന് എങ്ങനെയെങ്കിലും ഈ റാഗിങ് എന്നുള്ളൊരു സാധനം അതിനൊരു അവസാനം വേണം. അതിനൊരു അവസാനം വേണമെങ്കിൽ എല്ലാ പേരും ശരിക്കും പറഞ്ഞാൽ എല്ലാ നാട്ടുകാരും അല്ലെങ്കിൽ വീട്ടുകാരും നമ്മൾ LKG പഠിക്കുമ്പോൾ പോകുമ്പോൾ തന്നെ അവിടെ നമ്മളൊരു അധ്യാപകർ വിദ്യാർത്ഥികൾ PTA നമ്മൾ എടുക്കുന്നു. അതിൽ മുതൽ നമ്മൾ തുടങ്ങണം, നമ്മളായിട്ട് തുടങ്ങണം. അല്ലാതെ ഈ റാഗിങ് ആരും കൂടെ നിർത്തില്ല. ഒരു രാഷ്ട്രീയക്കാരൻ നിർത്തില്ല, ഒരു സപ്പോർട്ട് ചെയ്യില്ല, ഒരു പോലീസുകാരൻ സപ്പോർട്ട് ചെയ്യില്ല ഇത് നിർത്താനായിട്ട്. നമ്മൾ രക്ഷകർത്താക്കൾ തന്നെ അതിൽ മുൻകൈ ഇറങ്ങുക. സ്കൂളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ സ്കൂളിൽ ഡയറക്റ്റായിട്ട് പോവുക. ഈ PTA ആൻറ്റി റാഗിങ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആദ്യം മുതലേ നമ്മൾ തന്നെ അങ്ങ് തുടങ്ങി വയ്ക്കണം.
അപ്പോഴറിയാം എന്തെങ്കിലും സ്കൂളിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേരെ വന്ന് അച്ഛനോടോ അമ്മയോടോ പറയണം. അത് 1-ാം ക്ലാസ് മുതൽ അവസാനം വരെയും പോകണം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴുള്ള കാര്യങ്ങളിൽ മയക്കുമരുന്നും കാര്യങ്ങളിലൊക്കെ 5-6-ാം ക്ലാസ് മുതൽ കുട്ടികൾ ഉപയോഗിച്ചെന്ന് പറയുന്നു, ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവരുടെ കുറ്റമല്ല. അത് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ, ജനങ്ങൾ തന്നെ മുന്നോട്ടിറങ്ങണം ഇതിനൊരു അറുതി ഉണ്ടാക്കാനായിട്ട്. അതുപോലെ അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ പറയുന്നത്, റാഗി ചെയ്തവനെ സംരക്ഷിക്കുന്നവനെ ഞാൻ പൂട്ടും. ഞാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ കുലസഹിതം ഞാൻ പുറത്തു കൊണ്ടുവരും ഈ ഇതിൽ. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഇപ്പോഴും ഉദ്ദേശം. കാരണം എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടുണ്ടാകും. ഈ 18 പ്രതികളെ SFI എന്ന് പറയുന്ന ഈ നക്സൽ 18 പ്രതികളെയും നക്സലുകളെ രക്ഷിക്കാനായിട്ട് അവിടുത്തെ രാഷ്ട്രീയക്കാരനും ഉയർന്ന രാഷ്ട്രീയക്കാരനും അവിടുത്തെ ഉദ്യോഗസ്ഥനും അവിടുത്തെ പോലീസുകാരനും അവിടുത്തെ CI എല്ലാവരും ഉൾപ്പെടെയാണ് അവർ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയത്. അത് നമുക്ക് ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പരാജയമായിരുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ ആ ഒരു പരാജയം ഏറ്റുവാങ്ങാനായിട്ട് ഒരു കുടുംബം ഇനി കഷ്ടപ്പെടരുത്. കുറ്റം ചെയ്തിട്ട് വന്നാൽ, അല്ലെങ്കിൽ ആ ഒരു റാഗി ചെയ്തിട്ട് വന്നാൽ നമ്മൾ രക്ഷിക്കാനായിട്ട് ഒരു നേതാവും ഒരു പോലീസുകാരനും അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനും തയ്യാറാവരുത്. ആ രീതിയിൽ പേടിക്കണം. അത് നമ്മൾ അതിനുള്ള ക്യാമ്പയിനും കൂടെ പതുക്കെ വരും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.